നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയയിലാണ്. ഇത് ഹിരോഷിമ സർവകലാശാലയിലെ കാർ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ ക്യാമ്പസിലേക്ക് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് ഇത്തരത്തിൽ ക്യാമ്പസിലാകമാനം സ്ഥാപിച്ചിട്ടുള്ള വരുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രകൃതിദത്തമായ പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതുമായ ഊർജ സ്രോതസ്സായ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നമുക്കും ഉൽപ്പാദിപ്പിക്കാം. വൈദ്യുതി ചാർജ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിലുപരി അധിക വൈദ്യുതി KSEBിയിലേക്ക് വിൽക്കാനും സാധിക്കും. ഇതിനൊക്കെ പുറമെ പരിസ്ഥിതി സൗഹൃദമായ ഹരിത ഊർജ പദ്ധതിയുടെ ഭാഗമാകുന്നതിലൂടെ പ്രകൃതി സംരക്ഷണത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും സാധിക്കുന്നു. പെട്രോളിയം, കൽക്കരി, ആണവ നിലയങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിക്കും മാനവരാശിക്കും ഹാനികരമാണ്. ആഗോളതാപനം ഉൾപ്പെടെയുള്ള പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ സുസ്ഥിരമായ വികസനം കണക്കിലെടുത്ത് ഇപ്പോൾ ഗാർഹിക സോളാർ പദ്ധതികൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ കീഴിൽ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലാകമാനം ഏതാണ്ട് 1 കോടിയിൽ പരം ഭവനങ്ങളിലാണ് ഇത്തരം ഗാർഹിക സോളാർ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനായി സബ്സിഡി ഇനത്തിൽ 1 കിലോ വാട്ടിന് 30,000 രൂപ, അതുപോലെ 2 കിലോ വാട്ടിന് 60,000 രൂപ ഏതാണ്ട് 2,800 രൂപയാണ്. അതായത് 2 മാസത്തേക്ക് ശരാശരി 400 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഒരു 3 കിലോ വാട്ട് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം സ്ഥാപിക്കുകയാണെങ്കിൽ കിലോ വാട്ടിന് 4 യൂണിറ്റ് എന്ന കണക്കിൽ പ്രതിദിനം 12 കിലോ വാട്ട് ഉൽപ്പാദിപ്പിക്കാനാവും. അതായത് പ്രതിമാസം 360 യൂണിറ്റ്. അത് 2 മാസത്തേക്ക് ഏതാണ്ട് 720 യൂണിറ്റ് വൈദ്യുതി ഇത്തരത്തിലുള്ള ഒരു 3 കിലോ വാട്ട് സിസ്റ്റത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാനാവും. ഇതിൽ ഞങ്ങൾക്ക് 2 മാസത്തേക്ക് ആവശ്യമായ വൈദ്യുതി 400 യൂണിറ്റ് ആണ്. മിച്ചം വരുന്ന 320 യൂണിറ്റ് KSEBിയിലേക്ക് നമുക്ക് അധികം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBിയിലേക്ക് വിൽക്കുമ്പോൾ അവർ നമുക്ക് തരുന്നത് ഏതാണ്ട് 3 രൂപ 15 പൈസയാണ്. നമ്മുടെ ഗാർഹിക ഉപഭോഗം അനുസരിച്ചാണ് എത്ര കിലോ വാട്ട് സിസ്റ്റമാണ് നാം സ്ഥാപിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അതിനായി KSEBിയുടെ വെബ്സൈറ്റിൽ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിൽ ദ്വൈമാസ ബിൽ 6,000 രൂപ വരെ ഉള്ളവർക്ക് 3 കിലോ വാട്ട് സിസ്റ്റം മതിയാവും. കൂടാതെ പകൽ സമയത്തെ പാചകത്തിനായി പരമാവധി ഇൻഡക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇനത്തിൽ നമുക്ക് പാചകവാതകത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാവുന്നതാണ്.
ഒരു 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സോളാർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി ഏതാണ്ട് 1,90,000 രൂപ മുതൽ 2,20,000 രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കാം. ഇതിൽ ഏതാണ്ട് 78,000 രൂപ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കി ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ച് 2 മാസത്തിനകം സബ്സിഡി ഇനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു സോളാർ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സോളാർ പാനലുകൾ വിവിധ തരത്തിലുണ്ട്. അതുപോലെ അത് സ്ഥാപിക്കാനായിട്ടുള്ള സ്ട്രക്ചറുകൾ, ലൈറ്റനിങ് അറസ്റ്റ്, എർത്തിങ് സിസ്റ്റം, DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഇൻവേർട്ടർ, അതുപോലെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഒരു ബൈ ഡയറക്ഷണൽ എനർജി മീറ്റർ എന്നിവയാണ്. ഇവയിൽ സോളാർ പാനലുകൾ വിവിധ തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ ഏത് തരത്തിലുള്ള സോളാർ പാനലുകളാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഇൻവേർട്ടറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻവേർട്ടറുകളും 2 തരത്തിലുണ്ട്, സ്ട്രിങ് ഇൻവേർട്ടറുകളും അതുപോലെ തന്നെ മൈക്രോ ഇൻവേർട്ടറുകളും. മൈക്രോ ഇൻവേർട്ടറുകളാണെങ്കിൽ 25 വർഷം വരെ വാറണ്ടി ലഭിക്കുന്നതാണ്. കമ്പാരിറ്റീവ്ലി സ്ട്രിങ് ഇൻവേർട്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 5 മടങ്ങോളം വില ഇതിന് കൂടുതലാണ്. കൂടാതെ അതിൽ എത്ര എർത്തിങ് യൂണിറ്റ് എത്രയുണ്ട്, ഇതൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റിൽ വരുന്ന 1,90,000 മുതൽ 2,20,000 വരെയുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള പാനലുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഇൻവേർട്ടറുകളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അതിനനുസരിച്ചാണ്. ഒരു സോളാർ യൂണിറ്റിൽ പാനലിന് 25 വർഷവും ഇൻവേർട്ടറിന് സ്ട്രിങ് ടൈപ്പ് ആയാൽ 10 വർഷവും മൈക്രോ ഇൻവേർട്ടർ ആണെങ്കിൽ